ഇന്ത്യയുടെ കളി എടുക്കുകയാണെങ്കിൽ അപ്പം നാഷണൽ മീഡിയ ഒക്കെ ഫ്ലോലെസ് എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. ഫ്ലോസ് ഉണ്ട്. പാകിസ്ഥാനായിട്ടുള്ളത് എന്തായാലും ഒരു കംഫർട്ടബിൾ വിൻ തന്നെയാണ്, 61 റൺസിന്റെ വിൻ. എന്നാൽ പോലും ചില സ്ഥലത്തൊക്കെ പതറിയതായിരുന്നു നമുക്ക് തോന്നാം. എന്നാലും ഒരു പൊതു ഇതിനകത്ത് നമ്മൾ പറയുകയാണെങ്കിൽ ബാറ്റിംഗ് ഡെപ്ത്നെസ്, ബൗളിംഗ് വെറൈറ്റി, ഇങ്ങനെയൊക്കെയാണ് അതിനെപ്പറ്റി പൊതുവെ വിലയിരുത്തുന്നത്. പക്ഷെ ദിലീപിന്റെ ഒരു അഭിപ്രായത്തിൽ എന്തൊക്കെയാണ് ഫ്ലോസ്? ബാക്കി ടീംസ് പേടിക്കാൻ ഏറ്റവും വലിയ കാരണം ഇന്ത്യ ഇതുവരെ ഒരു 60% കൂടി എത്തിയില്ല. കഷ്ടിച്ച് പാസ് മാർക്കേ ഞാൻ കൊടുക്കുള്ളൂ. പക്ഷെ എന്നിട്ടും കൂടി 4 കളി ജയിച്ചിട്ടുണ്ട്. അഭിഷേക് ശർമ്മ ഇതുവരെ ഒരു റൺ പോലും എടുത്തിട്ടില്ല. മറ്റേ സൂര്യ അത്യാവശ്യം കൺസിസ്റ്റന്റ് ആയി കളിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഓരോ ഇന്നിങ്സ് 2 ഇന്നിങ്സ് ഒക്കെ തളങ്ങിയിട്ടുള്ളൂ. തിലക് വർമ്മ, ശിവം ദുബെ, റിങ്കു സിംഗ് ഇടയ്ക്ക് കുറച്ച് ബോളേ കിട്ടിയിട്ടുള്ളൂ. ബോളിംഗ് പക്ഷെ ഉഗ്രനാണ്. വേറെ ഒരു ടീമിനും ഇന്ത്യയുടെ ആ ഒരു വെറൈറ്റി ഇല്ല. അതിപ്പോ ന്യൂ ബോൾ വെച്ചിട്ടായാലും സ്പിന്നായാലും എല്ലാ ബേസും കവർ ചെയ്യണം. അതെ, ഇഷാൻ കിഷൻ ശരിക്കും തിളങ്ങി. ഇതുവരെ ഇഷാൻ കിഷനാണ് ഏറ്റവും വലിയ സ്റ്റാർ, ശരിക്കും അതിലൊരു സംശയം. പക്ഷെ ആകെപ്പാട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കളിയിലും ഏതെങ്കിലും 1-2 ആൾക്കാർ വരും. ഇഷാൻ കിഷൻ ബാറ്റ് ചെയ്യുകയാണെങ്കിലും മറ്റേ ബോൾ വെച്ചിട്ട് ബുംറയോ വരുൺ ചക്രവർത്തിയോ സിറാജ് ആരെങ്കിലും ഉണ്ടാവും. അതാണ് ശരിക്കും പേടിക്കേണ്ടത്. ഒരു ടീം നന്നായി കളിക്കാതെയും കൂടി വളരെ ഈസി ആയിട്ടൊരു കളി ജയിക്കുകയാണെങ്കിൽ അത് ബാക്കി ടീമുകൾക്ക് ഏറ്റവും പേടി വരുത്തുന്നത് അതാണ് ശരി.